ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷേഖ് ദ ഹോം ഷെഫ്. ഇന്നിപ്പോൾ ഞാൻ വളരെ വ്യത്യസ്തമായ രീതിയിൽ നല്ലൊരു അവലോസ് പൊടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയൊരു അവലോസ് പൊടി വേറെ ആരും തയ്യാറാക്കിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇതൊരു സ്പെഷ്യലാണ്, ഒരു വെറൈറ്റി. ഇത് ഇപ്പോൾ ശരിക്കും ഈ രീതിയിലൊരു അവലോസ് പൊടി ആരും തയ്യാറാക്കിയിട്ടുണ്ടാവില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയ്ക്കും ഒരു വെറൈറ്റി സംഭവമാണിത്. ഇതിപ്പോൾ എനിക്ക് എൻ്റെ നാത്തൂൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അവരുണ്ടാക്കി ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കാരണമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. എൻ്റെ മക്കൾക്ക്, എൻ്റെ മോനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി. അതിന് വേണ്ടിയിട്ട് ഞാൻ അവലോസ് പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ചീനി മാവല്ലേ അവലോസ് പൊടി എന്നൊക്കെ പറയുന്നത്. ചീനി മാവ് നമ്മൾ അരി കുതിർത്ത് പൊടിച്ച് മാവാക്കി അതിൽ പിന്നെ ഒരുപാട് തേങ്ങയും ജീരകവും എല്ലാം ചേർത്തിട്ട് വറുത്തെടുക്കുന്ന അവലോസ് പൊടിയാണ് അതാണ് പണ്ടൊക്കെ അവലോസ് പൊടി എന്ന് പറയുന്നത്. പക്ഷേ ഇത് അവലും പൊന്നിയരി, അതായത് നമ്മൾ ഇഡലിക്കൊക്കെ ചേർക്കുന്ന പൊന്നിയരി ഉണ്ടല്ലോ, അവൽ ഒരു 250 ഗ്രാം അവൽ, പൊന്നിയരി അതുപോലെ തന്നെ 250 ഗ്രാം ഞാൻ കഴുകി ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കരയും ഒരു 300 ഗ്രാം വരെ ശർക്കര, പിന്നെ കാഷ്നട്ട്, ബദാം, ഹേസൽനട്ട് ഇതെല്ലാം കൂടി 200 ഗ്രാം വീതമുണ്ട്. അതെല്ലാം എടുത്ത് വെച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഞാനിപ്പോൾ കാഷ്നട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. എല്ലാം നന്നായിട്ട് വറുത്തെടുത്ത് നല്ല ചൂടോടുകൂടി ചെറിയ ചൂടോടുകൂടി പൊരിച്ചെടുക്കണം. നല്ല അടിപൊളിയാണ്, നല്ല ഗുണമാണ്. ഇതിനകത്ത് എല്ലാം നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള സംഭവങ്ങളാണ് എല്ലാം ചേർത്തിട്ടുള്ളത്. ഒന്നും ഓവറായിട്ട് ചേർക്കുന്നില്ല. പിന്നെ ഞാനിതിൽ കപ്പലണ്ടി ചേർക്കുന്നവർക്ക് കപ്പലണ്ടി ചേർക്കാം. കപ്പലണ്ടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി മണവും ടേസ്റ്റും കൂടും. ഇതിലിപ്പോൾ ഞാൻ കപ്പലണ്ടി ചേർക്കുന്നില്ല. അതിന് പകരം ഹേസൽനട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ ബദാമും കാഷ്നട്ടും പിന്നെ കപ്പലണ്ടിയോ കടലയോ ഒക്കെ എന്തെങ്കിലും അത് ചേർക്കുന്നവർക്ക് ചേർക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും, വ്യത്യസ്തമായ ടേസ്റ്റുകളായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഓരോന്ന് 1 by 1 ആയിട്ട് വറുത്ത് മാറ്റി വയ്ക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എളുപ്പത്തിൽ വറുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ അരി വറുക്കാൻ നമുക്കൊരു അരമണിക്കൂറെങ്കിലും വേണം. കാരണം കഴുകി കുതിർത്ത് വെച്ചില്ല, കഴുകി ഉടനെ തന്നെ ഊറ്റി വെള്ളം തോർന്ന് പോകാൻ വേണ്ടി മാറ്റി ഒരു വെച്ചിട്ടുണ്ട്. ഇപ്പം അത് നല്ല ഉണങ്ങി ഇരിപ്പുണ്ട്. ബാക്കി എല്ലാം വറുത്തതിന് ശേഷം ഇനി അവൽ വറുത്തെടുക്കാം. അവലും നന്നായിട്ട് അവലിൽ നിന്നും വറുത്തെടുക്കാൻ ഒത്തിരി സമയം വേണ്ട, ഒരു 5-6-7 മിനിറ്റ് മതി. അത് അവലിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് അല്പം ഒന്ന് വറുത്ത് കിട്ടാനുള്ള ലേറ്റ് ആവത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടുമ്പോൾ പൊടിക്കുമ്പോൾ അത് പൊടിഞ്ഞ് പോകുന്ന രീതിയിൽ വറുത്തെടുക്കണം. അത് ഒരു 5-6-7 മിനിറ്റിനകത്ത് അവൽ വറുത്ത് തരും. പിന്നെ പക്ഷേ അരി വറുത്തെടുക്കാൻ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും തന്നെ വേണം. അരി വറുത്ത് അത് നല്ല ബ്രൗൺ കളർ, ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുക്കണം. ഇതുപോലെ രീതിയിൽ അവലോസ് പൊടി തയ്യാറാക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ഈ രീതിയിൽ അവലോസ് പൊടി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ തന്നെയാണോ, അതെന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ എന്നറിയാമല്ലോ. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം കഴിച്ചിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അവലും വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് അരി വറുത്തെടുക്കാം. ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും എല്ലാം ചെയ്ത് നിങ്ങളുടെ ആ ഒരു കമൻറ്റും എല്ലാം വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ നിങ്ങളുടെ കമൻറ്റ് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒന്ന് തന്നാൽ വളരെ സന്തോഷമാണ്. നെഗറ്റീവാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാമല്ലോ. ഇനിയിപ്പം അരിയും കൂടെ വറുത്തെടുത്തിട്ട് ശർക്കര വറുക്കാനൊന്നും വെക്കേണ്ട. ശർക്കര നമുക്കിതിനൊപ്പം ഇതെല്ലാം പൊടിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ശർക്കര. മധുരത്തിന് വേണ്ടി ശർക്കരയാണ്. ഇപ്പോൾ ഞാൻ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓരോന്ന് 1 by 1 ആയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. എല്ലാം പൊടിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ശർക്കര ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ബദാമും കാഷ്നട്ടും എല്ലാം കൂടെ പൊടിച്ചതാണ്. ലാസ്റ്റ് അരിയും കൂടെ പൊടിച്ച് അതിലേക്ക് ചേർക്കാം. എല്ലാം നമുക്ക് തരിതരിപ്പായിട്ടാണ് പൊടിക്കാനുള്ളത്. ഒന്നും ഇങ്ങനെ സോഫ്റ്റായിട്ട് ശരിക്കും ഇങ്ങനെ പഞ്ഞി പോലെ ആവരുത് പൊടിക്കുമ്പോൾ. ചെറിയ ഒരു തരിതരിപ്പ് വേണം. അല്ലെങ്കിൽ നമ്മൾ വായിൽ ഇട്ട് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് മണ്ടയിൽ കയറാനൊക്കെ ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് ഇനി നമുക്ക് ശർക്കരയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടെ ഈ ശർക്കര ഒന്ന് പൊടിഞ്ഞതിലോട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പൊടിക്കണം. ഇപ്പോൾ പൊടിച്ചതുപോലെ തന്നെ ജസ്റ്റ് ഒന്നിട്ട് ഇനി പൊടിക്കാൻ അധികം സമയമൊന്നും വേണം. ജസ്റ്റ് ഒന്ന് ഒരു 2-3 പ്രാവശ്യം ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. ഒന്ന് പൊടിച്ച് പാത്രത്തിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ശർക്കര കഷ്ണം പീസായിട്ട് ശർക്കര കിടക്കും, അത് ഒരു സുഖം ഉണ്ടാവില്ല എടുത്ത് കഴിക്കാനായാലും. ഇതാകുമ്പോൾ ശർക്കരയും എല്ലാം ഒരേ രീതിയിലങ്ങ് പൊടിഞ്ഞ് നന്നായിട്ട് കിട്ടും. ഇനി ശർക്കര പൊടിക്കണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ശർക്കര പാനി കാച്ചി വെച്ചതിന് ശേഷം ഇപ്പം നമ്മൾ ബാക്കിയെല്ലാം പൊടിച്ചല്ലോ, ജസ്റ്റ് ആ ചൂടോടുകൂടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ഉരുളകളാക്കി വെച്ച് ഒരു ടിന്നിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും കഴിക്കാം. ഇതും ഏകദേശം ഒരാഴ്ചയോളം പുറത്തിരുന്നാൽ തന്നെ ഒരു കേടാവുകയൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കേടാവുന്ന സാധനങ്ങളൊന്നുമല്ല, എല്ലാം വറുത്ത് പൊടിച്ചതാണല്ലോ. അപ്പോൾ എല്ലാം ഇതുപോലെ പെട്ടെന്ന് പൊടിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വളരെ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ആ ഗുണവും ഉള്ള ഒരു സംഭവമാണ് ഇത്. ചായക്ക് ജസ്റ്റ് ഇതിൽ നിന്ന് 2-3 സ്പൂണും കഴിച്ച് ചായയും കുടിച്ചാൽ തന്നെ നല്ലൊരു ഹെവിയാണ്. നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു വിശപ്പുള്ളവർക്കാണെങ്കിൽ 2-3 സ്പൂൺ കഴിച്ചാൽ മതി. വളരെ നല്ല സംഭവമാണിത്.